അസ്സലാമലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ബൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇത് ബന്ന് പോലെ തന്നെയാണ്, നല്ല പഞ്ഞു പോലെ ഉണ്ടായിരിക്കും. ഇതിന് ഞാൻ ചോറോ അല്ല ഉഴുന്നോ ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് അവിലും പച്ചരിയും കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് പച്ചരി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം. 1/2 കപ്പ് അവിലിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല കട്ടിയിലായിരിക്കണം. ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം നോക്കിയിട്ട്. ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ വേണ്ടെങ്കിൽ നിങ്ങൾ രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ ചുടുന്ന വിധത്തിലോ അല്ലെങ്കിൽ രാവിലെ അരച്ച് വെച്ചിട്ട് രാത്രി ചുടുന്ന വിധത്തിലോ ആക്കാം. പിന്നെ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും വേണ്ട. മാവിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് വയ്ക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ചുവന്നമുളക് മുറിച്ച് ചെറുതായി മുറിച്ചിട്ടത്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. അരച്ച മാവിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഞാനിത് ഒരു അപ്പച്ചട്ടി വെച്ചിട്ട് അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ നമുക്ക് 2 മിനിറ്റ് ചുട്ടെടുക്കാം. ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഉപയോഗിക്കാം. അതുപോലെ തന്നെ വിരുന്നാർ വരുമ്പോൾ ഒരു വെറൈറ്റി ഡിഷായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ.